എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മളെല്ലാവരും HST മലയാളം നോട്ടിഫിക്കേഷൻ വന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടാകും അല്ലെ? 601/2024 കാറ്റഗറി നമ്പറിലെ HST മലയാളം അഥവാ HSA മലയാളം പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ PSCയുടെ സൈറ്റിൽ ഔദ്യോഗികമായിട്ട് വന്നു കഴിഞ്ഞു. ഹൈസ്കൂൾ തലത്തിൽ 8, 9, 10 ക്ലാസ്സുകളിലെ മലയാളം അധ്യാപകരാകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു സുവർണ അവസരം എന്ന് തന്നെ പറയാം 2025 നടക്കുന്ന HSA പരീക്ഷ. നമുക്കറിയാം സാധാരണയായിട്ട് നോട്ടിഫിക്കേഷൻ വന്നാൽ 6 മാസത്തിനുള്ളിൽ പരീക്ഷ ഉണ്ടാകും. അങ്ങനെയാണ് എങ്കിൽ 2025 പകുതിയോടുകൂടി നമുക്ക് പരീക്ഷ ഉണ്ടായിരിക്കും. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. HSA മലയാളം പരീക്ഷ നമുക്കറിയാം കാറ്റഗറി നമ്പർ 601/2024 ആണ്. കേരള PSCയുടെ സൈറ്റിലെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും പ്രൊഫൈലിൽ കയറി കാറ്റഗറി നമ്പർ അടിച്ചു കൊടുത്ത് നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. പോസ്റ്റ് എന്നുള്ളത് എന്താണ്? ഹൈസ്കൂൾ ടീച്ചർ മലയാളമാണ്. സാലറി സ്കെയിൽ നോക്കൂ, 41,000-നും 87,000-നും ഇടയിലാണ് സാലറി സ്കെയില്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരമാണ് HSA മലയാളം പരീക്ഷ എന്നുള്ളത്. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്താണ്? ഈ മാസം ജനുവരി 29 രാത്രി 12 മണിയാണ്. 29/1/2025 രാത്രി 12 മണിയാണ്. 12 മണി വരെയാണ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. ഓൾറെഡി അപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ തൊട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോ ആരും 28-ാം തീയതിയിലേക്കും 29-ാം തീയതിയിലേക്കും അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നിൽക്കണ്ട. മുൻപേ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. നമുക്കറിയാം ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ടെൻഷൻ അടിച്ചു തുടങ്ങിയോ? പരീക്ഷയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടുന്ന ടൈമാണ് ഇപ്പോൾ. അപ്ലിക്കേഷൻ കൊടുക്കാൻ തന്നെ ടെൻഷനാണ്. ഏത് ജില്ലയിൽ കൊടുക്കണം? ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. ഏത് ജില്ലയിലാണ് പ്രിഫർ ചെയ്യേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ജില്ല സെലക്ട് ചെയ്യാനായിട്ട്. കാരണം കഴിഞ്ഞ HSA മലയാളം പരീക്ഷ കഴിഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്തിട്ടുള്ള ജില്ല ഏതാണ്, ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് അല്ലെങ്കിൽ ഏറ്റവും കുറവ് കട്ട് ഓഫ് എവിടെയാണ് വന്നത്, ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുള്ള ജില്ല ഏതാണ് തുടങ്ങി പരീക്ഷയ്ക്ക് ഡിസ്ട്രിക്ട് വൈസ് എക്സാമുകൾക്ക് നമ്മൾ ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ കൂടുതൽ കൺഫ്യൂഷൻ ആയോ? കൺഫ്യൂഷൻ മാറ്റാൻ ഒരു വഴിയുണ്ട് കേട്ടോ. ഇത്തരത്തിലെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ഡിസ്ട്രിക്റ്റുകളുടെയും അപ്ലിക്കേഷൻ എത്ര പേര് കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഓരോ ജില്ലയിലും എത്ര കട്ട് ഓഫ് ആണ് വന്നിട്ടുള്ളത്, എത്ര അഡ്വൈസ് മെമോസ് അല്ലെങ്കിൽ ഓരോ ജില്ലയിലും എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയണമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ HSA മലയാളം പരീക്ഷ എത്ര ചോദ്യങ്ങൾ വരും, നെഗറ്റീവ് മാർക്ക് എങ്ങനെയാണ്, പ്രധാനമായിട്ട് സിലബസിൽ ഏതൊക്കെ ഏരിയാസ് ആണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്, അത്തരത്തിൽ പരീക്ഷയുടെ പ്രിപ്പറേഷനെ കുറിച്ചിട്ടും പരീക്ഷയെ കുറിച്ചിട്ടുമുള്ള നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഐപ്ലസ് ടീം HSA മലയാളം ഫ്രീ വെബിനാറുമായിട്ട് എത്തുകയാണ്. അപ്പൊ എന്നാണ് വെബിനാർ നടക്കുക, ഏതാണ് സമയം, ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് ലിങ്ക് ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, HSA മലയാളം ഫ്രീ വെബിനാർ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഒരു ഗൂഗിൾ ഫോം ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ പറയുന്ന ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഫിൽ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് വെബിനാർ നടക്കും, ഏത് സമയത്ത് നടക്കും, ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വാട്സപ്പ് കമ്മ്യൂണിറ്റി വഴി നമ്മുടെ കോർഡിനേറ്റേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കൃത്യതയോടും ചിട്ടയോടും കൂടിയുള്ള പഠനമാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. സിലബസ് മുഴുവനായിട്ട് പഠിച്ചു തീർത്താൽ മാത്രം പോരാ, എന്തുകൂടിയും വേണം, റിവിഷനും വേണം. അപ്പോൾ കൃത്യമായിട്ട് സിലബസ് മുഴുവനായിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ വിട്ടുപോകാത്ത രീതിയിൽ പഠിക്കുകയും വേണം. കൃത്യമായ ഇടവേളകളിൽ ചിട്ടയോട് കൂടിയിട്ട് ആവർത്തിച്ച് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുകയും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ്, പഠനത്തോടൊപ്പം റിവിഷനും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. 2025 നടക്കുന്ന HSA പരീക്ഷ വിജയിച്ച് ഹൈസ്കൂൾ അധ്യാപകരാകാനുള്ള നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് വഴിതെളിക്കാൻ കൂടെ ഒരു സപ്പോർട്ടായിട്ട് ടീം ഐപ്ലസ് എത്തുകയാണ്. HSA മലയാളം കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ്. സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ലൈവ് സെക്ഷൻ വീഡിയോ ക്ലാസ്സുകളും
ഏറ്റവും ബ്രീഫായിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ടുകളും നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് മുതൽ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കിട്ടും. കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും പഠിച്ചു പോകേണ്ടത് എന്നതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ ആയിരിക്കും അത്. അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ സാധാരണയായിട്ട് വീക്ക്ലി ടെസ്റ്റ് നടത്താറുണ്ട്, എല്ലാ ശനിയാഴ്ചകളിലും പരീക്ഷ നടത്താറുണ്ട്. അതുപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റ്, മന്ത് ടെസ്റ്റ്, ഓരോ യൂണിറ്റ് കഴിയുന്ന സമയത്ത് യൂണിറ്റ് ടെസ്റ്റ്, 3 യൂണിറ്റുകൾ കഴിയുന്ന സമയത്ത് 3 യൂണിറ്റുകളുടെയും കമ്പൈൻഡ് യൂണിറ്റ് ടെസ്റ്റ് തുടങ്ങി പരീക്ഷയാകുന്ന സമയത്തേക്ക് ധാരാളം പരീക്ഷകൾ എഴുതിക്കൊണ്ടുള്ള, ധാരാളം ചോദ്യങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടുള്ള, കൃത്യമായിട്ട് പരീക്ഷയെ ടെൻഷൻ ഇല്ലാതെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്ന രീതിയിലേക്ക് എത്തുന്ന രീതിയിലാണ് നമ്മൾ എക്സാംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഏത് സംശയവും പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഏത് സംശയവും ദൂരീകരിക്കുന്ന രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഒരു മെന്റൽ സപ്പോർട്ട് നമ്മുടെ കോഴ്സിന്റെ ഒപ്പം നമുക്ക് അവൈലബിൾ ആകും. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നത് പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ മോഡൽ എക്സാമും നമ്മൾ കോഴ്സിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. PSC എക്സാം എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കുകൾ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃത്യമായി ഓരോ പരീക്ഷകൾ കഴിയുന്ന സമയത്തും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തുകൊണ്ടുള്ള എക്സാമുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ HSC മലയാളം പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹിച്ച് HSC അധ്യാപകരാകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ട് ആവശ്യമാണ് എങ്കിൽ I+ ടീമിന്റെ HSA മലയാളം കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മോക്ക് ക്ലാസ്സുകൾ കണ്ട്, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മോക്ക് ക്ലാസ്സുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മോക്ക് ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ട്രെയിനിങ് സൊല്യൂഷന്റെ HSA മലയാളം ടീം ഒരുക്കുന്ന ഫ്രീ വെബിനാറിന്റെ ഡീറ്റെയിൽസ് അറിയുവാനുള്ള ലിങ്ക് അല്ലെങ്കിൽ ഫ്രീ വെബിനാർ അറ്റൻഡ് ചെയ്യുവാനുള്ള ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ പരീക്ഷ എഴുതാൻ പോകുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു ലേണേഴ്സ്.